പ്രാക്ടീസിംഗ് ലോയർ എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ റിസർവേഷൻസ് ഉണ്ട്, താങ്കൾ പറഞ്ഞതിൽ പലതും കാര്യങ്ങളാണ്. പക്ഷേ മഹിജയ്ക്ക് ഇന്ന് അല്ല, ഇപ്പോൾ മഹിജയുടെ സഹോദരൻ ശ്രീജിത്ത് അദ്ദേഹത്തിൻ്റെ ചില നിലപാടുള്ള കാര്യത്തിൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പക്ഷേ മകനെ നഷ്ടപ്പെട്ട അമ്മ, ആ അമ്മ ഇന്ന് കളിച്ചത് നാടകമാണെന്നൊക്കെ താങ്കൾ പറയുമ്പോഴേക്കും ആരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് താങ്കൾ അത് പറയുന്നത്? അതിനോട് ശക്തമായിട്ട് വിയോജിക്കേണ്ടി വരും. ഞാൻ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ താങ്കളോട് ചോദിക്കട്ടെ. ഈ കൃഷ്ണദാസിൻ്റെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ ആദ്യം കൺസിഡർ ചെയ്തപ്പോൾ കൃഷ്ണദാസ് കോടതി മുമ്പാകെ ഹാജരാക്കിയിരുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, അതായത് തൃശ്ശൂർ ജില്ലാ കളക്ടർ വിളിക്കുന്ന യോഗത്തിൽ എനിക്ക് പങ്കെടുക്കണമെന്ന്. ഫെബ്രുവരി 15-ാം തീയതി ആ യോഗം കഴിഞ്ഞിരുന്നു. ബെയിൽ ആർഗ്യുമെന്റിന് വരുന്ന ഫെബ്രുവരി 16-ാം തീയതി. 15-ാം തീയതി കഴിഞ്ഞ ഒരു യോഗത്തിന് ചെല്ലണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്റ് കോടതി മുമ്പായി ഹാജരാക്കുമ്പോൾ എന്തുകൊണ്ട് DGP ആ ഡോക്യുമെൻ്റ് കഴിഞ്ഞ യോഗത്തിൻ്റെതാണ്, കൃഷ്ണദാസനോട് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ട് ആ ഓർഡറിന് കോടതി ആ ഡോക്യുമെൻ്റ് യോഗം കഴിഞ്ഞില്ലേ എന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല? എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടിയുണ്ട് രാജേഷ്, ഒരു കാര്യം കൂടിയുണ്ട്. അവിടെ മറ്റൊരു സംവിധാനവും ഏർപ്പെടുത്തിയപ്പോഴേക്കും, എന്ന് വെച്ചാൽ കൃഷ്ണദാസിനെ മാറ്റി കൃഷ്ണദാസിന്റെ അനുജനാണ് ചുമതല കൊടുത്തത്, കൃഷ്ണദാസ് അവിടെ കയറേണ്ടതില്ല എന്ന യോഗത്തിൽ തീരുമാനവും എടുത്തു. എന്നിട്ടുമാണ് ആ യോഗത്തിൽ പങ്കെടുക്കണം എന്ന ആനുകൂല്യത്തിൽ ജസ്റ്റിസ് എബ്രഹാം മാത്യു ഈ മുൻകൂർ ജാമ്യം നൽകുന്നു. രഞ്ജിത്തെ, കൃഷ്ണദാസിന്റെ അനുജനാണ് പങ്കെടുക്കേണ്ടതെന്ന് പറഞ്ഞ് ജില്ലാ കളക്ടർ പത്രസമ്മേളനത്തിലോട് എല്ലാ മാധ്യമങ്ങളോട് പറയുകയാണ്. അതായത് 15-ാം തീയതിക്ക് ശേഷം ഞാനൊന്ന് ലെറ്റ് മീ കംപ്ലീറ്റ് അല്ലല്ല ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്ത് രഞ്ജിത്തെ, ഇത് കണ്ടുകൊണ്ട് ഈ സീക്വൻസ് ഇത് വാച്ച് ചെയ്യുന്ന ഒരു കോമൺ മാന്, നമ്മളിപ്പോൾ അഭിഭാഷകൻ വിടും, രാഷ്ട്രീയ നേതാക്കന്മാരെ കൊടും, ഒരു സാധാരണ കരമടയ്ക്കുന്ന ഒരു പൗരന്, ഒരു വോട്ടർക്ക് ഈ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ വിശ്വാസങ്ങൾ കാണുമ്പോഴേക്കും അവരോടൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മുമ്പാകെ കിങ് ക്യാൻ ഡു നോ റോങ് എന്നൊന്നും പറഞ്ഞിട്ട് സാധാരണക്കാരന് മനസ്സിലാവുകയില്ല. അവർക്ക് പ്രായോഗികമാണ് പ്രധാനം. അങ്ങനെ വരുന്ന ഒരാളുടെ സംശയമാണ് ഞാൻ ഉന്നയിച്ചത്. അടിയന്തരാവസ്ഥ ഈ നാട്ടിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ശരി, നന്ദി രാജേഷ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. റഹീം, താങ്കളുടെ മറുപടി. ശ്രീ രഞ്ജിത്ത് മാരാർ വളരെ അഗ്രസീവായി പറഞ്ഞു. ശ്രീ വി രാജേഷ് ചില കാര്യങ്ങളിൽ ഇടപെട്ട് മറുപടിയും പറഞ്ഞു. എന്താണ് ശ്രീ രഞ്ജിത്ത് മാരാർ ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീ രഞ്ജിത്ത് മാരാർ മാത്രമല്ല, ഈ രാജ്യത്തെ ഏതൊരു സാധാരണ മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചിലത് സംഭവിക്കുന്നു തോന്നുകയാണ്. ശ്രീ രഞ്ജിത്ത് മാരാർ ഒരു കാര്യം പറയും, ഇപ്പോൾ എന്തുകൊണ്ട് ഇത് വന്നു? ഒരു മാധ്യമം പുറത്തുവിടുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആ മാധ്യമത്തിൻ്റെ വാർത്തയുടെ ആധികാരികതയെ ഞാൻ പൂർണ്ണമായി ശരിവെക്കുന്നില്ല, ഇപ്പോഴും ശരിവെക്കുന്നില്ല. അല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതൊക്കെ സ്ഥിരീകരിച്ചോളൂ റഹീം. അവിടെ പങ്കെടുത്തു അദ്ദേഹം. അതെ, വേണു ഞാൻ പറയട്ടെ. ശ്രീ രഞ്ജിത്ത് മാരാർ പറയൂ, അങ്ങനെയാണെങ്കിൽ ഒരു ജഡ്ജ് അത് കേൾക്കാൻ പാടുണ്ടോ ഈ കേസ്? അങ്ങനെ മാറുന്നതല്ലേ ചരിത്രം. പിന്നെ എന്തുകൊണ്ട് സംശയിക്കപ്പെടുന്നു? സംശയിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ആ സംശയങ്ങളൊന്നും പാടില്ല, അതെല്ലാം വളരെ പ്രയാസകരമാണ്, അതെല്ലാം കണ്ടംപ്റ്റാണ് എന്ന് പറയുന്നത് ശരിയല്ല. സംശയിക്കാൻ അവകാശമില്ല. ഇപ്പോൾ എന്തുകൊണ്ട് ആദ്യം ഈ കേസ് വരുന്നു? ആ കേസിൽ ഇൻ്ററിം ഓർഡർ ആദ്യത്തെ ദിവസം പാസ്സാക്കുകയാണ്. ഒരു അതർ സൈഡ് കേൾക്കുന്നേ ഇല്ല. അതർ സൈഡ് കേൾക്കാതെ കേസിൻ്റെ വിശദാംശങ്ങൾ എടുക്കാതെ പോട്ടെ. ഇപ്പോൾ രണ്ടാമത്തെ കേസ്, ഈ കേസിൽ എന്താ സംഭവിച്ചേ? സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരായ ഒരു ആൾ ഒരു കേസിന് വേണ്ടി പോയാൽ, ഹൈക്കോടതിയിൽ നേരിട്ടൊരു ബെയിൽ ആപ്ലിക്കേഷൻ പോയാൽ, മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുന്ന ഒരു കേസ്, ഹൈക്കോടതി പോയാൽ എന്താ ഹൈക്കോടതി സാധാരണ പറയുക? എന്തുകൊണ്ട് നിങ്ങൾ ജില്ലാ കോടതിയിൽ പോയില്ല എന്ന് ചോദിക്കുകയാണ് പതിവ്. ഇത് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോഴും ആൻറ്റിസിപ്പേറ്ററി ബെയിലിന്മേൽ കോടതി കമൻ്റ് ചെയ്യുകയാണ്. ആ കമൻ്റ് നിങ്ങൾ ഈ പറയുന്നത് പോലെ സർക്കാരിനും സർക്കാരിൻ്റെ പോലീസ് സംവിധാനത്തിനും എതിരായിട്ടല്ലേ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞുകൂടാതൊന്നുമില്ല. പക്ഷേ റഹീം, അവിടെ ഒരു പഴുത് പോലീസ് സംവിധാനം തന്നെ ഉണ്ടാക്കിയോ? അവിടെയാണ് ഈ സംശയങ്ങൾ ഉയരുന്നത്. ഇപ്പോൾ ജഡ്ജിനെ മാത്രമായി സംശയിച്ചുകൂടാ. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഈ ഫെബ്രുവരി 15 എന്ന് പറയുന്ന തീയതിയുടെ കാലാവധി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നില്ല മഞ്ചേരി ശ്രീധരൻ നായർ. ആർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ വാദിച്ചു എന്ന് സംശയം തോന്നുക? അങ്ങനെയുമുണ്ടല്ലോ സംശയം. ഒരു ദിശയിലേക്ക് മാത്രമല്ലല്ലോ സംശയം പോവുക. സ്വാഭാവികമായും നീതിപീഠം അനുകൂലമായ വിധി ഇദ്ദേഹത്തിന് നൽകുകയും ചെയ്യുന്നു, കൃഷ്ണദാസിന്. ഇവിടെയും സംഭവിക്കുന്ന എന്താണ്? ആദ്യം തീരുമാനിച്ച വകുപ്പുകൾ ബെയിലബിൾ ആണ്, പിന്നെ ബെയിലബിൾ അല്ലാത്ത വകുപ്പുകൾ ചേർക്കുന്നു, പിടിച്ചുകൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുമോ? പരാതിക്കാരൻ്റെ പരാതിയിൽ ഇല്ലാത്ത പരാതി പോലീസിന് എങ്ങനെ തോന്നി? അതുവരെ ചുമത്താത്ത വകുപ്പുകൾ പെട്ടെന്ന് എന്തുകൊണ്ട് പോലീസിന് ചുമത്താൻ തോന്നി?
ഇതൊക്കെയാണ് ഈ ചിത്രങ്ങൾ പുറത്തു വരുന്നതിന് മുൻപുള്ള നീതിന്യായ പീഠത്തിൻ്റെ ചോദ്യങ്ങൾ. രണ്ടും പറയാം. ചിത്രം പുറത്ത് ഏത് ഘട്ടത്തിലും പോലീസിന് അന്വേഷണ ഗതിക്കിടയിൽ ഏത് വകുപ്പും കൂട്ടിച്ചേർക്കാനും അന്വേഷണത്തിൽ കണ്ടെത്തും വിധം ഏത് വകുപ്പും ഒഴിവാക്കാനും കഴിയും. ചാർജ് കൊടുക്കുന്നത് വരെയും കഴിയും. പ്രതിയെ ഒഴിവാക്കാൻ കഴിയും, പുതിയ പ്രതികളെ ഉൾപ്പെടുത്താൻ കഴിയും. അതെല്ലാം അന്വേഷണത്തിൻ്റെ ഗതിയിൽ സംഭവിക്കുന്ന നിയമപരമായ കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, താഴെ 11 മണിക്ക് അറസ്റ്റ് രേഖപ്പെടുത്തിയ ഒരു കേസ് പിന്നെ എങ്ങനെയാണ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എന്നുള്ളൊരു പരാതി നിൽക്കുക? രഞ്ജിത്ത് മാരാറിനെ പോലുള്ള പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകൻ മറുപടി പറയട്ടെ. ഈ രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മതി. ഇവിടെ ഈ സാഹചര്യങ്ങൾ നിലനിൽക്കവെയാണ് ഒരു മാധ്യമം ചില ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. സ്വാഭാവികമായി സംശയിക്കും. ആ സംശയിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വിദൂരതയില്ലെങ്കിലും ഒരു ബന്ധമുള്ളവർ എത്രയോ ജഡ്ജിമാരാണ് എത്രയോ കേസുകളിൽ നിന്ന്, ഇത്ര സെൻസിറ്റീവ് ഒന്നുമല്ല, മാധ്യമ ശ്രദ്ധയൊന്നും ഇല്ലാത്ത കേസുകളിൽ നിന്ന് പോലും ഞാൻ ഈ കേസ് കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറുന്നത്. അങ്ങനെ ഒരു ബന്ധമുള്ള ഒരാൾ നിർബന്ധമായി മാറേണ്ടതല്ലേ? ശരിയാണ്. ഇപ്പോൾ സ്വാശ്രയ വിഷയവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ചർച്ചയൊക്കെ നടക്കുന്നത്. സ്വാശ്രയ കേസുമായി വിദൂര ബന്ധമുള്ള 2 പേർ സന്ദർശകരായി തൻ്റെ വീട്ടിൽ വന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ജസ്റ്റിസ് KT തോമസ് ആ കേസ് കേൾക്കുന്നതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ അറിയിച്ചിട്ട് ഒരു ഓൺലൈൻ മാധ്യമവും വന്നില്ല, മാധ്യമങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉയർന്ന നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചു. അതേ ഉന്നതമായ നീതിബോധം ജസ്റ്റിസ് എബ്രഹാം മാത്യുവിനുമുണ്ട് എന്നാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഇവിടെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നിട്ടുണ്ടോ? ഒരു നിമിഷം റഹീം, ഈ പോലീസ് ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ, പ്രതികൾക്ക് അനുകൂലമാകുന്ന തരത്തിൽ അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഇപ്പോൾ പുതിയ വകുപ്പുകൾ ചേർക്കാൻ കഴിയും എന്ന് റഹീം പറഞ്ഞത് ശരിയാണ്, നിയമപരമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ വകുപ്പുകൾ നേരത്തെയും ചേർക്കാൻ കഴിയുമായിരുന്നു. പഴയന്നൂർ പോലീസിന് ചേർക്കാൻ കഴിയുമായിരുന്നു. പഴയന്നൂർ പോലീസ് ഇത് ബോധപൂർവം ചേർക്കാതിരിക്കുകയായിരുന്നു. ബോധപൂർവം ചേർക്കാതിരിക്കുന്നു എന്ന് വെച്ചാൽ 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഇപ്പോൾ ഈ പുതുതായി ഇവർ ശകാരം കേട്ടിരിക്കുന്ന 2 വകുപ്പുകൾ എന്ന് പറയുന്ന 365 384 365 എന്നത് ഒരു സ്ഥലത്ത് നിന്ന് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നത് അനുവാദമില്ലാതെ, അങ്ങനെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഈ പറയുന്ന ഷഹീദ് ഷൗക്കത്തിനെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ഈ പറയുന്ന പാമ്പാടി കോളേജിലേക്ക്. അവിടെയാണ് കൃഷ്ണപ്രസാദ് ഉണ്ടായിരുന്നത്, അവിടെ വെച്ചാണ് അദ്ദേഹം കാര്യമായി പെരുമാറിയത്. പിന്നൊന്ന് 384 ബലം പ്രയോഗിച്ച് തെറ്റായ ഉദ്ദേശത്തോടെ രേഖകൾ എഴുതി വാങ്ങി പിന്നീട് ദുരുപയോഗപ്പെടുത്താമെന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്നു. ഈ 2 കാര്യങ്ങൾ, ഇത് തലയെടുത്തു പോകുന്ന കാര്യങ്ങളൊന്നുമല്ല, ഇത് ഈ കേസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പഴയന്നൂർ പോലീസ് ചെയ്തില്ല. തെറ്റായ കാര്യം പഴയന്നൂർ പോലീസ് ചെയ്തുവെങ്കിൽ അത് നീതിപീഠത്തിന് ശരിയായി തോന്നുക. ശരിയായ കാര്യം മേലുദ്യോഗസ്ഥൻ അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ അത് ചേർക്കുന്നത് വലിയ നീതികേടായി തോന്നുക. പോലീസിനെ പഴിക്കാം, പക്ഷെ നീതിപീഠം, ഇപ്പോൾ ഇത് അളന്നു തൂക്കി പരിശോധിക്കുന്ന നീതിപീഠം എന്തുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുന്നില്ല? പഴയന്നൂർ പോലീസിനാണ് പിഴവ് വന്നിരിക്കുന്നത്, പിന്നീട് ഉയർന്ന ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ ആ പിഴവ് നികത്തപ്പെടുന്നുവെന്ന്. കാരണം നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കേസുകളുണ്ടല്ലോ, ഇപ്പോൾ വാളയാറായാൽ, അല്ലെങ്കിൽ അത് കൊട്ടിയൂരായാൽ, അല്ലെങ്കിൽ ഈ കുണ്ടറയായാൽ, ഇതിലൊക്കെ ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷിച്ചത് മുഴുവൻ വീഴ്ച വരുത്തിക്കൊണ്ടാണ്. പിന്നീടാണ് മേലന്വേഷണങ്ങൾ വരുമ്പോഴാണ് പിഴവുകൾ നികത്തപ്പെടുന്നത്. അവിടെയൊക്കെ അത് ശരിയായിരിക്കുമ്പോൾ ഈ കൃഷ്ണദാസിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം എന്താണ് അതൊരു വലിയ പിഴവാകുന്നത്? ആദ്യഘട്ടത്തിലെ പോലീസിൻ്റെ കണ്ടെത്തലുകൾ മാത്രം ശരിയാവുക, പിന്നെ അതിന്മേലുള്ള ഏത് കൂടിച്ചേരലുകളും മഹാപരാധമായി മാറുക. ശ്രീ ഡീൻ കുര്യാക്കോസ്. അതായത് ഞാൻ അതിലേക്ക് പറയാം, എനിക്ക് ഒരു ചെറിയ സമയം, അതായത് രഞ്ജിത്ത് മാരാർ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ 2 പേരും മറുപടി പറഞ്ഞു. എനിക്ക് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതായത് മഹിജയുടെ, ജിഷ്ണുവിൻ്റെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ച ഉണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചാൽ അവരിപ്പോൾ വെറുതെ ഇത്രയും പ്രമാദമായൊരു കേസിൽ അവരൊരുപാട് കൺസൾട്ടേഷൻ നടത്തുന്നുണ്ട്. അവർ ഈ കേസിൽ എടുത്തിട്ടുള്ള നിശ്ചയദാർഢ്യമാണ് ഇത്ര വരെ ഇത് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ 7 പണ്ടേ കൃഷ്ണദാസ് രക്ഷപ്പെട്ടു പോകുമായിരുന്നു. ആർക്കാ സംശയമുള്ളത്? ഇവിടെ പോലീസ്, വേണു അവസാനം സൂചിപ്പിച്ച പോലീസിൻ്റെ ഒത്തുകളി മുതൽ ഗവൺമെൻറ് സംവിധാനം പൂർണ്ണമായും കൃഷ്ണദാസിന് അനുകൂലമാണ് ഈ നിമിഷം വരെയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ലക്കിടിപ്പേരൂർ കോളേജിലെ ഈ പറയുന്ന വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴും
കൃഷ്ണദാസിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു പഴുത് അവിടെ പോലീസ് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള ഗൗരവപൂർണമായ ഒരു ആരോപണം നിലനിൽക്കുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സ്വാധീനം ഏറ്റവും അധികമായി വർദ്ധിപ്പിച്ചിട്ടുള്ള അതിനുള്ള ശേഷിയുള്ള കൃഷ്ണദാസ് ജുഡീഷ്യറിയെ സ്വാധീനിക്കുന്നുവോ എന്നുള്ള വലിയതായ ഒരു ആരോപണം, ഗൗരവപൂർണമായ ഒരു ആരോപണം കേരളത്തിലെ പൊതുപ്രവർത്തകന്മാർ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന രഞ്ജിത്ത് മാരാരുടെ വാദം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പൊതുസമൂഹം അത് തള്ളിക്കളയും. അദ്ദേഹത്തിന് ചിലപ്പോൾ മറ്റു താല്പര്യങ്ങളായിരിക്കും, ഏതെങ്കിലും താല്പര്യങ്ങളുണ്ടായിരിക്കും, എന്തുവാകട്ടെ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം. ഞാനൊരു കാര്യം പറയാം. ഇവിടെ പോലീസ്, താങ്കൾ സൂചിപ്പിച്ച കാര്യം, പോലീസ് ഈ കേസിൽ എങ്ങനെയാണ് ഇത്രമാത്രം വേറൊരു രൂപത്തിലേക്കാക്കിയത്? ഇന്നലെയാണ് മഹിജ അവരുടെ കുടുംബം സമരം പ്രഖ്യാപിച്ചത്. ജിഷ്ണു പ്രണോയിയുടെ കേസ് അത് കൊലപാതകമാണോ എന്നുള്ള സംശയം അത് ഏറ്റവും അധികമായി വന്നിരിക്കുന്നു. സാഹചര്യ തെളിവുകളടക്കം അതിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അപ്പോൾ 27-ാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് അവർ സമരം പ്രഖ്യാപിക്കുകയാണ് DGP ഓഫീസിന് മുൻപിൽ. അപ്പോൾ ഇന്നലെ വരെ സൈലൻ്റ് ആയിരുന്ന ഒരു കേസിൽ അതിന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നിൽക്കുന്നു, അതവിടെ നിൽക്കുന്നു. അപ്പോൾ ഇന്നലെ വരെ സൈലൻ്റായി നിന്ന ഒരു കേസ് പോലീസ് തട്ടിപ്പൊക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു പ്രതീതി അവിടെ ജനിപ്പിക്കുകയാണ്. എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ കേസിൽ നീതിപൂർവം ഇടപെടുമെന്ന് വീണ്ടും വാക്ക് നൽകിയതാണ്. അവസാനം ഈ കുടുംബം, ജിഷ്ണു പ്രണോയിയുടെ അമ്മ, അച്ഛൻ ഇവരെല്ലാം സന്ദർശിച്ചതിന് ശേഷവും നാളുകൾ കഴിഞ്ഞിട്ടും കൃഷ്ണപ്രസാദ് മുൻകൂർ ജാമ്യം നേടി. അദ്ദേഹം മുൻകൂർ ജാമ്യം നേടിയത് സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയാണല്ലോ. മഞ്ചേരി ശ്രീധരൻ നായർ ഏത് വിധത്തിലാണ് ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത്? അവസാന നിമിഷം മാത്രമാണ് സ്പെഷ്യൽ പ്രോസിക്യൂഷൻ വരുന്നത്. ഇപ്പോൾ ജഡ്ജിനെതിരെ ആരോപണങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ ഏതായാലും കൃഷ്ണദാസ് മുൻകൂർ ജാമ്യം നേടി. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം ഉണ്ടാകുന്നു, കൂട്ടുപ്രതികൾ ഇപ്പോഴും പൂർണ്ണ സംരക്ഷണത്തിലാണ്. അപ്പോൾ കൂട്ടുപ്രതികൾ പിടിക്കപ്പെട്ടാൽ ഒരുപക്ഷെ കൃഷ്ണദാസിനെതിരെയുള്ള മൊഴിയാകുമോ എന്ന് പോലുമുള്ള ആരോപണം നിലനിൽക്കുമ്പോൾ കേസിൽ നിന്നും വഴിതെറ്റിക്കുന്നതിന് വേണ്ടി അതിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഡീൻ, ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ കെ ശ്രീജിത്തും ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ശ്രീജിത്ത്, മഹിജയും നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ദിവസം തീവ്രമായൊരു നിലപാടെടുത്തു. 27-ാം തീയതി DGP ഓഫീസിന് മുന്നിൽ നിങ്ങൾ നിരാഹാരത്തിലേക്ക് പോകുമെന്ന്. എന്ന് വെച്ചാൽ ഇപ്പോഴും മുഖ്യമന്ത്രിയെ നിങ്ങൾ വിശ്വസിക്കുന്നു. CPM നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാരിനെ നിങ്ങൾക്ക് വെല്ലുവിളിക്കാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് നിരാശയുണ്ട്. രാഷ്ട്രീയമായ വിമർശനത്തിന് വിധേയമാകാതിരിക്കാൻ നിങ്ങൾ DGPയുടെ ഓഫീസിന് മുന്നിലേക്കാക്കുന്നു സമരം എന്നത് നിങ്ങളുടെ നിസ്സഹായതയല്ലേ? ഡീൻ ചൂണ്ടിക്കാട്ടിയതുപോലെ മഹിജയുടെ ഒരു ശക്തിയാണോ അത്? പക്ഷേ മഹിജ ശക്തമായി ഒരു നീതിയുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നത് കാണാതെ നിർവാഹമില്ല. അതുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസിന് ഇന്ന് കത്തയച്ചിരിക്കുന്നത്. അപ്പോഴും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം പിന്മാറണമെന്ന് പറയാത്തത്? വിശ്വാസം വീണ്ടെടുക്കാൻ സഹായിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്ന് വെച്ചാൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഈ വിഷയത്തിൽ ഒരു മറുപടി തന്നാൽ നിങ്ങൾക്ക് വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയുമെന്നാണോ? ഇദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. പക്ഷേ ഇതിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഈ കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം കൊടുത്തു കഴിഞ്ഞു. ഇനി അദ്ദേഹം മാറി നിൽക്കേണ്ട ആവശ്യമില്ല. അത് ഈ ബെഞ്ചിലേക്ക് ഇനി ഈ കൃഷ്ണദാസിന്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഈ സംഭവത്തിൽ ഒരു അന്വേഷണം നടത്തി എന്താണെന്ന് പുറത്തു കൊണ്ടുവരണം. നാളെയാണ് തീരുമാനം വരിക. അല്ല, ഞങ്ങളെ കേസിലാണ്. ഞങ്ങളിപ്പോ പരാതിപ്പെട്ടുള്ളത് ജിഷ്ണു പ്രണോയിന്റെ കേസിൽ മാത്രമാണ്. അതാണ് ഞങ്ങൾക്ക് ജിഷ്ണുവിൻ്റെ കേസിൽ മാത്രമല്ലേ ജിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ആ തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് കുറച്ചു കാലം മുമ്പേ ഓർമ്മയുണ്ട്, ഈ സ്വാശ്രയ മാനേജ്മെൻറ്റ് ഉടമകൾ ഈ ന്യായാധിപന്മാരെ ഒരു ഉല്ലാസയാത്രയ്ക്ക് കൊണ്ടുപോയി ഭക്ഷണവും മദ്യവും കൊടുത്ത ഒരു വാർത്ത ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കേട്ടതാണ്. അത് വീണ്ടും ഓർമ്മ വരികയാണ്. ഇതെവിടെ നിൽക്കുന്നു? ഞങ്ങൾ പറയുന്നത് ഇത് തന്നെയാണ്. ഈ ഭരണകൂട സംവിധാനങ്ങൾ മാറിയിട്ടില്ല. 8 മാസം കൊണ്ട് ഭരണമേ മാറിയുള്ളൂ. ഈ നീതിന്യായ വ്യവസ്ഥയെ ഉൾപ്പെടെ വിലക്കെടുക്കാൻ കഴിയുന്നവർക്ക് പോലീസിനെ വിലക്കെടുക്കാൻ എന്താണ് പ്രയാസം? ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഇന്ന് ഞങ്ങളിപ്പോൾ തൃശ്ശൂർ പാമ്പാടിയിലാണുള്ളത്. ഇവിടെ നിന്നുള്ള നാട്ടുകാർ പറയുകയാണ്, പഴയന്നൂർ പോലീസുകാർ കൃഷ്ണദാസിൻ്റെ കയ്യിലാണ്. ഇവിടുത്തെ ഉന്നത പോലീസ് ഓഫീസർ ഉൾപ്പെടെ കൃഷ്ണദാസിൻ്റെ ഇംഗിതമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൃഷ്ണദാസിൻ്റെ സ്വാധീനം അത്ര വലുതാണ്. പക്ഷേ ഞങ്ങൾ ഇന്ന് ചെറിയൊരു സന്തോഷത്തിലാണ്. ഞങ്ങളെ കുഞ്ഞിൻ്റെ കേസിലല്ലെങ്കിലും ഷഹീർ ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ജീവിച്ചിരിക്കുന്ന ജിഷ്ണു പ്രണോയ് എന്ന് ഷഹീറാണ് വിശേഷിപ്പിച്ചത്. ആ കേസിൽ ഇപ്പോഴും കൃഷ്ണദാസ്, ഈ കോടീശ്വരൻ ജയിലിൽ കിടക്കുകയാണ്. അത് വലിയൊരു കാര്യമാണ്. ഈ കോടീശ്വരൻ ഇപ്പോഴും ജയിലിലാണല്ലോ.
ഈ കോടീശ്വരന്റെ നിയമോപദേശകയാണ് ഈ നീതി ബഹുമാനപ്പെട്ട ജഡ്ജിയുടെ അടുത്ത് നിൽക്കുന്ന ചിത്രമുള്ളത്. ആ നിയമപാലികയ്ക്ക് വേണ്ടിയല്ലേ ഇന്നലെ വലിയ ശബ്ദമുയർന്നത്? ഇത് കോടതിക്കെതിരെയാകണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കോടതിയെ ഞങ്ങൾക്കുള്ള സംശയങ്ങൾ പങ്കുവയ്ക്കുകയാണ്. കോടതിയെ ബഹുമാനിക്കുകയാണ്. ഞങ്ങൾക്ക് അത്താണിയായി കോടതിയേ ഉള്ളൂ. പക്ഷെ എന്താണ് ചെയ്യുക? എന്ത് നിസ്സഹായാവസ്ഥയാണ്. ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഈ കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ തള്ളും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോകാൻ. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് പോലീസിനെ പ്രതിരോധത്തിലാക്കിയാൽ രക്ഷപ്പെടുന്നത് പ്രതിയോ? ഇടവേളയ്ക്ക് ശേഷം.